കൊരിന്ത്യർക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. 2 കൊരിന്ത്യർ 3:18. കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. അടുത്തിരിക്കുന്നവര് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, കർത്താവിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. കൈയടിച്ച് നന്ദി പറയാം. നമുക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവര് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് തപസ് കാലത്തിൽ ചിരി കൊടുത്തിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ചുകൂടെ നൈസായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ തപസ് കാലത്തിലാണ്. തപസ് എന്ന് പറഞ്ഞാൽ, താപം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചൂട്. അപ്പോ നമ്മൾ ഏത് കാലത്തിലാണ്? ഹല്ലേലൂയ. അപ്പൊ ഈ ചൂട് കൂട്ടിയെടുക്കുന്ന കാലമാണ് തപസ് കാലം, അല്ലേ? തപിച്ച് എന്ത് സംഭവിക്കും? ചൂട് കൂടി എന്ത് സംഭവിക്കും? തപസ് ചെയ്ത് എന്ത് സംഭവിക്കും? നമ്മളൊരു പരിവാവുക. അങ്ങനെയല്ലേ? ചൂട് കൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭക്ഷണം പാകം ചെയ്യുന്നത് എങ്ങനെയാണ്? അരി ചോറാകുന്നത് എങ്ങനെയാണ്? അല്ലേ? അപ്പോൾ നമ്മൾ തപസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? രൂപാന്തരീകരണം സംഭവിക്കും. ഇന്ന് അപ്പുറത്താണ് ഇരിക്കുന്നത്, അല്ലെ? അരി വെന്ത് ചോറായിട്ട് മാറും. ഹല്ലേലൂയ. മനുഷ്യൻ തപസ് ചെയ്ത് ദൈവമായി മാറും. ഹല്ലേലൂയ. മനുഷ്യൻ തപസ് ചെയ്ത് ക്രിസ്തുവായി മാറും. ഹല്ലേലൂയ. അപ്പോൾ തപസ്സെടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് പഴയ കഥകളിലൊക്കെ ആയിരിക്കും. ഒരു മുനി ഒരു മലമുകളിൽ പോയി ഇങ്ങനെ തപസ്സെടുത്ത് അവസാനം മുനിക്ക് എന്ത് സംഭവിച്ചു? രൂപാന്തരീകരണം. മുനിക്ക് സിദ്ധികൾ കിട്ടി, ദൈവദർശനം കിട്ടി, അല്ലേ? ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? തപസ്സിന്റെ ഒടുവിൽ എന്താണ് വരുന്നത്? ദൈവം പ്രത്യക്ഷപ്പെടുന്നു എന്നതാണ്. ദൈവം എവിടെ പ്രത്യക്ഷപ്പെടും? ദൈവം തപസ്സെടുത്ത് ഈ തപസ്സനുഷ്ഠിക്കുന്ന ആളുടെ മനസ്സിൽ ദൈവം പ്രത്യക്ഷപ്പെടും. തപസ്സെടുക്കുന്ന ആളുടെ ആത്മാവിൽ ദൈവം പ്രത്യക്ഷപ്പെടും. തപസ്സെടുക്കുന്ന ആളുടെ ശരീരത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ പ്രത്യക്ഷീകരണം ഉണ്ടാകും. കൈയടിച്ച് നന്ദി പറ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തപസ്സെടുക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്?
എന്റെ മനസ്സിൽ ഒരു ദൈവാനുഭവം, ഒരു ദൈവ ദർശനം, ഒരു ദൈവിക വെളിപാട്, ഡിവൈൻ റെവലേഷൻ ഉണ്ടാകണം. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ എനിക്ക് ഈശോ പ്രത്യക്ഷപ്പെടണം. എന്താണ് നമ്മൾ തപസ്സെടുക്കുന്നതിന്റെ ലക്ഷ്യം? ഇല്ലേ, നമ്മള് തപസ്സെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മാംസം വർജിച്ചവരുണ്ട്, ഇല്ലേ? മാംസം വർജിച്ചവരുടെ ലക്ഷ്യം എന്താണ്? ഈശോ പ്രത്യക്ഷപ്പെടണം എന്നതാണ്, അല്ലേ? അല്ലാതെ തപസ് ഇറച്ചി ഇനി 50 ദിവസം ഇറച്ചി മേടിക്കുന്നില്ല, അത്രയും പണി പറഞ്ഞു കിട്ടിയല്ലോ എന്നതല്ല തപസ്സെടുക്കുന്നതിന്റെ ലക്ഷ്യം. ആണോ? ഇനി ഈ പിള്ളേർക്കും കെട്ടിയാനൊന്നും ഇത് വറുത്ത് പൊരിച്ച് കൊടുക്കണ്ടല്ലോ, ഇനി മീൻ വെട്ടാൻ നിൽക്കണ്ടല്ലോ എന്നുള്ളതാണോ നമ്മുടെ തപസ്സിന്റെ ലക്ഷ്യം? ആണോ? അങ്ങനെയും കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, തപസ് ഈ പരിത്യാഗത്തിലൂടെ എനിക്ക് ഒരു ഈശ്വര സായുജ്യമുണ്ടാകണം. ഞാൻ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. ഞാൻ ചില ആളുകൾ മദ്യം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്, പുകവലിക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ചില ആളുകൾ നൊയമ്പ് കഴിയുന്നത് വരെ വഴക്കുണ്ടാക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ടോ? ഇനി നൊയമ്പ് കഴിയുന്നവരെ കോപിക്കുകയില്ല, വഴക്കുണ്ടാക്കാൻ പോവുകയില്ല എന്ന് തീരുമാനിച്ചിട്ടുള്ളവരൊന്ന് കൈവക്കിയേ. കുറെ പേര് കൈവക്കിയിട്ടുണ്ട്, അല്ലേ? വെരി ഗുഡ്. ഹല്ലേലൂയ. അത് നല്ലൊരു ഉപവാസമാണ്. ഈ 50 ദിവസം കഴിയുന്നത് വരെയെങ്കിലും തല്ല് പിടിക്കാൻ പോവുകയില്ല എന്ന്, തല്ല് പിടിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഈസ്റ്റർ ഒന്ന് കഴിയട്ടെ, ഇപ്പൊ ഞാൻ വിട്ടിരിക്കുന്നു, കർത്താവ് ഒന്ന് ഉയർത്തോട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ബുധനാഴ്ച നിനക്ക് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ കുറിച്ചെങ്കിലും കുറ്റം പറയാനായിട്ട് തോന്നാണ്. അപ്പൊ നിങ്ങളൊരു ഉപവാസം എടുത്തിട്ടുണ്ട്, ഈ 50 ദിവസം കുറ്റം പറയുകയില്ല. അപ്പോഴാണ് നിങ്ങളുടെ വായിൽ, വേറെ സാഹചര്യമൊന്നുമില്ല, ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോ നാവിൽ ഒരു തരിപ്പ്, അല്ലേ? അപ്പൊ ഒന്ന് പറയണമെന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിങ്ങനെ അടച്ചു പിടിച്ചിട്ട് പറയുക, ഇപ്പൊ വേണ്ട, ഈസ്റ്റർ കഴിയട്ടെ, ഇപ്പൊ വേണ്ട ഈസ്റ്റർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചേട്ടന്മാർ എത്ര നല്ലവരാണ്. അവര് ഈസ്റ്റർ കഴിയാതെ കുടിക്കുകയില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ അവര് ദുഃഖ വെള്ളിയാഴ്ച വരെ പിടിച്ചു നിൽക്കും. ശനിയാഴ്ച ഉച്ചയാകുമ്പോഴേക്കും പിടിവിട്ടു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവര് പിടിച്ചു നിൽക്കുന്നത് പോലെ എങ്കിലും ഈ കോപിക്കുന്ന ശീലമുള്ളവര് ഈ ഈസ്റ്റർ വരെ ഒന്ന് പിടിച്ചു നിൽക്കുക. കുറ്റം പറയുന്ന ശീലമുള്ളവര് ഈസ്റ്റർ വരെ ഒന്ന് പിടിച്ചു നിൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ചില തമാശക്കൊക്കെ നുണ പറയുന്ന ശീലമുള്ളവരുണ്ട്. അവരൊരു കാര്യം ചെയ്യുക, ഈസ്റ്റർ കഴിഞ്ഞിട്ട് പറയാം. നിങ്ങളെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഞായറാഴ്ച നൊയമ്പ് വീടി ഉടനെ തന്നെ അങ്ങോട്ട് ഫോൺ വിളിച്ച് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഭക്ഷണം എന്ന് പറയുന്ന ഭക്ഷണത്തിന്റെ ഉപവാസം എടുത്തിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് മറ്റുള്ള ഇന്ദ്രിയങ്ങളുടെ ഉപവാസവും പ്രധാനപ്പെട്ടതാണ്. ചില കാഴ്ചകൾ കാണുന്നില്ല എന്ന് വിചാരിക്കുക. കണ്ണിന് നീ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. ഇല്ലേ? നമ്മൾ ഈ കണ്ടുകൂട്ടുന്ന വാർത്തകള്, കേട്ടുകൂട്ടുന്ന വാർത്തകളൊന്നും നമ്മുടെ ആത്മാവിനോ നമ്മുടെ കുടുംബജീവിതത്തിനോ നമ്മുടെ സാമൂഹിക ജീവിതത്തിനോ ഉപകരിക്കാത്ത പലതുമാണ്. അത് കാണുന്നില്ല എന്ന് വിചാരിക്കുക. സിനിമ കാണുന്നതിന് അഡിക്ഷനുള്ള ആളുകളുണ്ട്, അത് കാണുന്നില്ല എന്ന് വിചാരിക്കുക. ഗെയിം കളിക്കുന്നതിന് അഡിക്ഷനുള്ള നിങ്ങൾ വിചാരിക്കും മൊബൈൽ ഫോണിൽ വീഡിയോ ഗെയിം കളിക്കുന്നത് ഈ 18 വയസ്സ് 15 വയസ്സുള്ള പിള്ളേരാണ്. ഒരു സഹോദരി അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്ന അഡിക്ഷനുണ്ട്. അച്ഛൻ ചോദിച്ചു, എത്ര വയസ്സാണ്? 55 വയസ്സ്. നമ്മൾ ഇത്രയും നാള് കുട്ടികളുടെ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്ന അഡിക്ഷൻ വിട്ടുപോകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് വിട്ടുപോയിട്ട് ഇപ്പൊ മുതിർന്നവർക്ക് കയറി, ആ പിശാച് പോയി മുതിർന്നവരിൽ കയറി പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ,
മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ ഇപ്പോൾ കുട്ടികളിൽ എന്നതിനേക്കാൾ മുതിർന്നവരിലാണ്. അമ്മമാര് പാല് കൊടുക്കുമ്പോ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു, ഇതിങ്ങനെ പാല് കുടിക്കുമ്പോ വേറെ പണിയൊന്നും ഇല്ലല്ലോ അച്ഛൻ, ഇത് ചെയ്തോട്ടെ. ആ പാല് കൊടുക്കുമ്പോ ഈശോയെ എന്ന് വിളിച്ച് പാല് കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് നമ്മുടെ കണ്ണുകൾക്ക് ഉപവാസം ആവശ്യമുണ്ട്. വായക്കും വയറിനും മാത്രമല്ല. നമ്മുടെ കാതിന് ഉപവാസം ആവശ്യമുണ്ട്. നമ്മുടെ അധരത്തിന് ഉപവാസം ആവശ്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിന് ഉപവാസം ആവശ്യമുണ്ട്. നമ്മുടെ ഈ തപസ് കാലം പ്രമാണിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ ആ വിദ്വേഷത്തെ ത്യാഗം ചെയ്യുക. നിങ്ങളുടെ വെറുപ്പിനെ ഉപേക്ഷിക്കുക എന്നത് നല്ലൊരു ഉപവാസമാണ്. ആരോടെങ്കിലും മിണ്ടാതെ ആയിട്ടുണ്ടെങ്കിൽ, വഴക്കിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ പോയി അനുരഞ്ജനപ്പെടുക എന്നത് പ്രിയപ്പെട്ടവരെ നല്ലൊരു തപസ്സാണ്, നല്ലൊരു നൊയമ്പാണ്. ഞാൻ എന്തിനെയാണ് ത്യജിക്കുന്നത്? എൻ്റെ തന്നെ ചില അഹങ്കാരമുള്ളത് കൊണ്ടാണ് എനിക്ക് അനുരഞ്ജനപ്പെടാൻ പറ്റാത്തത്. ഞാൻ താഴ്ന്നു കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഞാൻ ഹൃദയത്തിൽ നിന്ന് വെറുപ്പുപേക്ഷിക്കാത്തത്. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വെറുപ്പുപേക്ഷിക്കുകയും താഴ്ന്നു കൊടുക്കുകയും നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യമാണെങ്കിൽ അനുരഞ്ജനപ്പെടുകയും, ഒരാൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അത് ശരിയാകും എന്നൊരു സാഹചര്യമാണെങ്കിൽ ഞാനത് വിട്ടുകൊടുത്തുകൊള്ളാം എന്ന് പറയുകയും ചെയ്ത് അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ നല്ലൊരു ഉപവാസമാണ്, നല്ലൊരു തപസ്സാണ്. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ അങ്ങനെ തപസ്സെടുത്ത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഉപവാസമെടുത്ത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേവലം വായയുടെയും വയറിന്റെയും ഉപവാസം മാത്രമാണ്. ഞാൻ പാല് കുടിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അല്ലേ? ഞാൻ ഇറച്ചി കഴിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ മീനും മുട്ടയും കഴിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ പലതും ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പൊ നൊയമ്പെടുത്തിരിക്കാം, ഞാൻ നൊയമ്പെടുത്തിരിക്കാം. നീ ആ ക്ഷമിക്കാത്ത ചേട്ടനോട് ചേച്ചിയോട് നീ ക്ഷമിക്കാത്തത് പോയി ക്ഷമിച്ചോ? ഇല്ല. നിന്റെ മാതാപിതാക്കളോട് മിണ്ടാതെ ആയിട്ട് 2 വർഷമായില്ലേ, ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചൂടെ? ഇല്ല എന്ന് പറയുന്നതല്ല. അപ്പോൾ അനുരഞ്ജനപ്പെടുന്നതാണ്, താഴ്ന്നു കൊടുക്കും. നിന്റെ തന്നെ ചില സ്വാർത്ഥതകൾ, നിന്റെ തന്നെ പിടിവാശികൾ ഒന്ന് ഉപേക്ഷിച്ചൂടെ? അതാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിലുള്ള ഉപവാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ ആഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഇതൊരു തപസ് കാലത്തിന്റെ ഒരു ആമുഖം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ തപസ്സെടുത്ത് നമുക്ക് ആര് പ്രത്യക്ഷപ്പെടും? ഈശോ പ്രത്യക്ഷപ്പെടും. ഈശോ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ തപസ് അനുഷ്ഠിക്കപ്പെടണം. നമ്മൾ ക്ഷമിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരാണ് പ്രത്യക്ഷപ്പെടുന്നത്? ക്ഷമിക്കുന്നവനിൽ ആരാണുള്ളത്? പങ്കുവയ്ക്കുന്നവനിൽ ആരാണുള്ളത്? താഴ്ന്നു കൊടുക്കുന്നവനിൽ ആരാണുള്ളത്? തപസ്സനുഷ്ഠിച്ചപ്പോൾ ഈശോ പ്രത്യക്ഷപ്പെട്ടത് കണ്ടില്ലേ? നമ്മളിൽ ഈശോ വെളിപ്പെടുകയും അത് അപരന് ക്രിസ്തുവിന്റെ ദർശനമായി മാറുകയും ചെയ്തു. നിങ്ങൾ വേറൊരാളോട് ക്ഷമിക്കുമ്പോൾ അയാള് നിങ്ങളിൽ ആരെയാണ് കണ്ടത്? കണ്ടോ? ദൈവം പ്രത്യക്ഷപ്പെട്ടത് കണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയാണ് ഈശോ കുരിശിൽ പ്രത്യക്ഷപ്പെട്ടത്. ക്ഷമിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവസാനം വരെ സ്നേഹിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവസാനിക്കാത്ത സ്നേഹമുള്ളവനായി പ്രത്യക്ഷപ്പെട്ടു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അല്ലേ? അവന്റെ സ്നേഹം അവസാനിക്കാത്ത സ്നേഹമാണ്. നമ്മൾ ഈ കുരിശിന്റെ വഴിയിൽ മുഴുവൻ ധ്യാനിക്കുന്നത് ഏത് സ്നേഹത്തെ കുറിച്ചാണ്? അവസാനിക്കാത്ത സ്നേഹത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ 16 ഗുണങ്ങൾ ധ്യാനിച്ച് കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ഗുണമാണ് വാസ്നച്ചൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അതിൽ 16ാമത്തെ ഗുണമാണ് സ്നേഹം ഒരിക്കലും
അവസാനിക്കുന്നില്ല. അവസാനിക്കാത്ത സ്നേഹം കാണണമെങ്കിൽ എവിടെ നോക്കണം? കുരിശിൽ നോക്കണം. നമ്മുടെ സ്നേഹമെല്ലാം എങ്ങനെയുള്ള സ്നേഹമാണ്? അവസാനിക്കുന്ന സ്നേഹമാണ്. നമ്മൾ പറയും ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ ക്ഷമ എന്ത് ചെയ്തു? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയാറില്ലേ? ഇല്ലേ? അപ്പോൾ അതെന്തിന്റെ പരിധിയാണ്? സ്നേഹത്തിന്റെ പരിധിയാണ്. നിന്നെയൊക്കെ സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി എന്ന് പറയുന്നത് എന്തിന്റെ പരിധിയാണ്? സ്നേഹത്തിന്റെ പരിധി. പരിധിയില്ലാതെ സഹിക്കുകയും പരിധിയില്ലാതെ ക്ഷമിക്കുകയും ചെയ്യുന്നതിനെ ധ്യാനിക്കാനുള്ളതാണ് ഈ തപസ് കാലം. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളിലും ഈ അവസാനിക്കാത്ത സ്നേഹത്തിന്റെ അനുരണനങ്ങൾ കാണാം. അച്ഛൻ നിങ്ങളോട് സ്നേഹപൂർവം ആവശ്യപ്പെടുകയാണ്, എല്ലാവരും ഈ 50 ദിവസവും തപസ് കാലത്തിലെ വെള്ളിയാഴ്ച മാത്രമല്ല, പള്ളിയിൽ പോകുമ്പോൾ മാത്രമല്ല, നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും കുരിശിന്റെ വഴി ചൊല്ലി ആ കുരിശിന്റെ വഴിയിലെ ഈശോയുടെ അവസാനിക്കാത്ത സ്നേഹത്തെ ധ്യാനിക്കാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഒറീസയിലുള്ള ക്രൈസ്തവർ അങ്ങനെ ചെയ്യാറുണ്ട്. അവര് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് അവർ ഓരോരുത്തരും അവരവരുടെ ഗ്രാമങ്ങളിൽ വീടിന് മുമ്പിലുള്ള തെരുവിൽ, ഓരോ ഗ്രാമത്തിനും ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൽ കുരിശ് വെച്ചിട്ടുണ്ട്. കുരിശിന്റെ അവിടെ നിന്ന്, അല്ലെങ്കിൽ ചാപ്പലിൽ ഉണ്ടെങ്കിൽ ചാപ്പലിൽ നിന്ന് ആരംഭിച്ച് അവരുടെ ഗ്രാമത്തിലുള്ള ആ വീടുകളെല്ലാം ചുറ്റി എല്ലാ ദിവസവും 50 ദിവസവും കുരിശിന്റെ വഴി വെളുപ്പിന് 3 മണിക്കോ 3:30ക്കൊക്കെ ചൊല്ലുന്നത് അച്ഛൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശുനാമത്തെ കുറിച്ചാണ്. എന്താണ്? യേശുനാമത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ചാണ്. യേശുനാമത്തിൽ പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടുമെന്ന് നമ്മൾ വളരെ വിശദമായി പഠിച്ചതാണ്. അപ്പോൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കണം എന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അപ്പോൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക എന്നത്, പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടുമെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളൊരു ചോദ്യം, എന്താണ് യഥാർത്ഥത്തിലുള്ള യേശുനാമത്തിലുള്ള പ്രാർത്ഥന എന്നതാണ്. പരിശുദ്ധ അമ്മ ഒരു വൈദികന് പ്രത്യക്ഷപ്പെട്ടിട്ട്, ഒരു ബെനഡിക്റ്റൻ വൈദികന് പ്രത്യക്ഷപ്പെട്ടിട്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയായി മാറുന്നതെന്ന് ഈ വൈദികന് പറഞ്ഞു കൊടുത്തു. അമ്മ പറഞ്ഞു, എന്റെ മകന്റെ ഹൃദയത്തിന്റെ പദ്ധതികളോടും ആഗ്രഹങ്ങളോടും വികാരങ്ങളോടും ഐക്യപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനയാണ് യേശുനാമത്തിലുള്ള പ്രാർത്ഥന എന്ന് കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഒരു പ്രാർത്ഥന യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകണമെങ്കിൽ ഈശോയെ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിന്റെ പദ്ധതികളോട് ഐക്യപ്പെടണം. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളോട് ഐക്യപ്പെടണം. ഈശോയുടെ ഹൃദയത്തിന്റെ വികാരങ്ങളോട് ഐക്യപ്പെടണം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയുടെ ഹൃദയത്തിന്റെ പദ്ധതികൾ ഒരു 4-5 എണ്ണം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ഈ ആഗ്രഹങ്ങൾ പഠിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് നമ്മൾ വിജയം വരിക്കണം എന്നത്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഓരോ മനുഷ്യനും വിജയം വരിക്കണമെന്നത് ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. അപ്പോൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും എന്തുണ്ടാകണം? എല്ലാ മനുഷ്യരും വിജയം വരിക്കണമെന്ന
ആഗ്രഹമുണ്ടാകണം. ഉച്ചത്തിൽ വിളിക്കാം. അല്ലാതെ ചില കുട്ടികൾ ചിന്തിക്കുന്നത് പോലെ എനിക്ക് മാത്രം വിജയം എന്നല്ല. സാക്ഷ്യം വായിച്ചപ്പോ ആ മകള് പറഞ്ഞില്ലേ, ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ കൂടെ ഞങ്ങൾ 59 പേരും വിജയം വരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചില പിള്ളേര് മെസ്സേജ് അയക്കുമ്പോ പറയാറുണ്ട്, അച്ഛാ എനിക്കും എന്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും വിജയം വരിക്കാൻ വേണ്ടി. ചില പിള്ളേര് പറയും, ഞാനും എന്റെ 3 കൂട്ടുകാരും വിജയം വരിക്കാം, ഞാനും എന്റെ കൂടെയുള്ള 12 പേര്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അവർക്ക് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല, അവർക്കൊക്കെ ഭയങ്കര കുശുമ്പാണച്ച. അപ്പോൾ അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും വിജയം വരിക്കണം, എല്ലാവരും സൗഖ്യം പ്രാപിക്കണം, എല്ലാവർക്കും സമൃദ്ധി ഉണ്ടാകണം, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകണമെന്ന ഒരു ഹൃദയ വിശാലതയ, അതാണ് ഈശോയുടെ ഹൃദയം. നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തോട് ഐക്യപ്പെടുത്തി വേണം പ്രാർത്ഥിക്കാൻ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രത്യേകമായ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾ പ്രത്യേകമായി പഠിക്കാൻ പോകുന്നത് ഈശോയുടെ ഒരു ആഗ്രഹം. ഈ തപസ് കാലവുമായി ബന്ധപ്പെട്ട് ഈശോയുടെ ഒരു ആഗ്രഹമുണ്ട്. അതാണ് നമ്മളെല്ലാവരും അനുദപിക്കണം എന്ന ഒരു ആഗ്രഹം. എന്താണ് ആഗ്രഹം? ഈശോയുടെ ഹൃദയത്തിന്റെ വളരെ തീക്ഷ്ണമായ ഒരാഗ്രഹമാണ് നമ്മളെല്ലാവരും മാനസാന്തരപ്പെടണം, നമ്മളെല്ലാവരും അനുദപിക്കണം. നെറ്റിയിൽ ചാരം പൂശിയവര് തിങ്കളാഴ്ച ആയിക്കൊള്ളട്ടെ, ബുധനാഴ്ച ആയിക്കൊള്ളട്ടെ, നെറ്റിയിൽ ചാരം പൂശി ഈ തപസ് കാലം ആരംഭിച്ചവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? അല്ല, എഴുന്നേറ്റ് കൈ ഉയർത്താവോ? എല്ലാവരും നെറ്റിയിൽ ചാരം പൂശിയായിരുന്നു അല്ലേ? എന്തിനാണ് നെറ്റിയിൽ ചാരം പൂശിയത്? വല്ല സ്വർണം പൂശിയാ പോരായിരുന്നു? ഹല്ലേലൂയ. ഇല്ലേ? പല്ലിലൊക്കെ സ്വർണം കെട്ടുന്നവരുണ്ട്. പല്ലിലൊക്കെ അകത്തി സ്വർണം കെട്ടിയിട്ട് എന്ത് കിട്ടാനാണ് അല്ലേ? ആരെങ്കിലും കാണുന്നോടത്ത് സ്വർണം കെട്ടി വെക്ക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നെറ്റിയിൽ ചാരം പൂശിയത് അനുതാപത്തിന്റെയും പാപപരിഹാരത്തിന്റെയും പ്രാശ്ചിത്തത്തിന്റെയും അടയാളമായിട്ടാണ്. ഈ തപസ് കാലം ഒരു പ്രാശ്ചിത്തം ചെയ്യുന്നതിനുള്ള, പരിഹാരം ചെയ്യുന്നതിനുള്ള, അനുദപിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കാലമായിട്ടാണ് സഭ നമുക്ക് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. കുരിശിന്റെ വഴി എന്ന് പറയുന്ന പ്രാർത്ഥന തന്നെ ഒരു പാപ പരിഹാര പ്രാർത്ഥനയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുമ്പോ തന്റെ ആഗ്രഹം, ആദ്യത്തെ ആഗ്രഹം വിളിച്ചു പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 3:17 വായിച്ചേ. മത്തായി 3 അല്ല 4:17. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ. ഈശോയുടെ അധരത്തിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ വാക്കായിട്ട് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനങ്ങളോട് പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. എന്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ വാക്ക് ജനത്തോട് പറയാണ്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈശോയ്ക്ക് ആഗ്രഹം, ആദ്യത്തെ ആഗ്രഹം എന്താണ്? നമ്മൾ അനുദപിക്കണം എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 5:32 അടുത്ത വചനം വായിക്കാം. ലൂക്ക 5:32. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് പറയാം, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് പാപികൾ? നിങ്ങൾക്ക് പാപികളായ ആരെങ്കിലും പരിചയമുണ്ടോ?
ഞാനാണ്. ആദ്യത്തെ പാപി ആരാണ്? ഞാനാണ്. രണ്ടാമത്തെ പാപി ആരാണ്? നീ. മൂന്നാമത്തെ പാപി ആരാണ്? നമ്മൾ. നാലാമത്തെ പാപി ആരാണ്? നിങ്ങൾ. അങ്ങനെയാണ് അതിന്റെ പ്രോസസ് പോകുന്നത്. ഐ, then you, പിന്നെ വി, നമ്മൾ, പിന്നെ നിങ്ങൾ, പിന്നെ എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഈശോ വന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അതുകൊണ്ടാണ് ഈശോയുടെ ആഗമനത്തിന് തൊട്ടു മുമ്പ് യോഹന്നാൻ പ്രഘോഷിച്ചത് മത്തായി 3:8. മത്തായി 3:8 വലതുകരം എടുത്ത് വീശിക്കൊണ്ട് പറയാം, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട്, മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 13:3 13:5, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുകയാണ്, നമുക്ക് ഒരു അനുതാപത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? എന്താണ് റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ? അനുതാപം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ഒരു മാറ്റമാണ്. എന്താണ് മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഒരു മനസ്സ് കിടക്കുന്നില്ലേ? മാനസാന്തരം മനസ്സിന് വരുന്ന ഒരു മാറ്റമാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. ഇങ്ങനെ മാറ്റം വന്നു കഴിയുമ്പോൾ നമുക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രവർത്തികൾ മാറിയിട്ട് ഇന്ന് വേറൊരു പ്രവൃത്തി വരും. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരു മാനസാന്തരത്തെ കുറിച്ച് ഈ വർഷം പറഞ്ഞായിരുന്നു. ജൂബിലി വർഷത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. എന്താണ് മാനസാന്തരം? നമ്മൾ എല്ലാവരും തീർത്ഥാടകരാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ 40 മണിക്കൂർ ആരാധനയുടെ എംബളത്തിൽ ജൂബിലി എംബളത്തിന്റെ പ്രതീകമായ 4 പേര് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുരിശിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു എംബളം കണ്ടായിരുന്നോ? അത് എല്ലാവരും തീർത്ഥാടകരാണ് എന്നത് ഒരു മാനസാന്തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ശ്രദ്ധിച്ചിരുന്നു? ചിലർ ഇത്തിരി കട്ടികൂട്ടി പറയാം. നമ്മളുടെ പൊതുവായിട്ടുള്ള രീതി എന്താണ്? നമ്മൾ തീർത്ഥാടകരാണെന്ന് വിചാരിച്ചിട്ടാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? അല്ല, നമ്മൾ ഇവിടെ സ്ഥിരതാമസക്കാരാണ്. നമ്മൾ ഇവിടെ PR കിട്ടിയവരാണ്. ഞങ്ങൾ ഇവിടത്തെ ആളുകളാണ്. ഈ ഭൂമിയിലുള്ളത്, ഞങ്ങളുടെ പേരിലുള്ളത് ഞങ്ങളുടെയാണ്. ഈ വീട് എന്റെയാണ്, ഈ സ്ഥലം എന്റെയാണ്, ഈ വാഹനം എന്റെയാണ്, ഇത് എന്റെ ആണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മുടെ കളിയൊക്കെ കളിക്കുന്നത്. നമുക്കിതിൽ നിന്നൊരു മാനസാന്തരം ഉണ്ടാകണം. പാപ്പ പറയാം, എന്താണ് മാനസാന്തരം ഉണ്ടാകേണ്ടത്? നമ്മൾ തീർത്ഥാടകരാണ് എന്ന മനോഭാവത്തിലേക്ക് മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ തീർത്ഥാടകരുടെ പ്രത്യേകത, നമ്മൾ എവിടെ നിന്നോ വന്നവരാണ്. നമ്മൾ എവിടെ നിന്നോ ഇല്ലേ? ചില ആളുകൾ ചോദിക്കാറില്ലേ, നീ ഇത് എവിടെ നിന്ന് വന്നടി? നമ്മൾ എവിടെ നിന്നോ വന്നവരല്ല. നമ്മൾ കൃത്യമായി സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് വന്നവരാണ്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ എങ്ങോട്ടോ പോകുന്നവരാണ്, അല്ലേ? ആണോ? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നീ പോക്കിത് എങ്ങോട്ടാണ് പോകുന്നത്? പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താണ്?
സ്വർഗമെന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് യാത്ര ആരംഭിച്ച് ദൈവത്തിലേക്കാണ് ഈ യാത്ര പോകുന്നതെന്ന ഒരു അവബോധത്തിലേക്ക് ഒരു മാനസാന്തരമുണ്ടാകണമെന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. കള്ളു കുടിക്കുന്ന ആള് കള്ളു കുടി മാറ്റുന്നത് മാത്രമല്ല മാനസാന്തരം. ഈ ഒരു ബോധ്യമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഈ ഒരു ബോധ്യമുള്ള അവസ്ഥയിലേക്കുള്ള വളർച്ചയും മാനസാന്തരമാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് വന്ന ആളാണ്, ഞാൻ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ബോധ്യമുണ്ടാകുമ്പോ ഈ ഭൂമിയിൽ കാണുന്ന ചപ്പും ചവറിനും വേണ്ടി തല്ലുപിടിക്കാൻ നീ സമയം കളയുകയില്ല. ഈ ഭൂമിയിൽ പരമാവധി വെട്ടിപ്പിടിക്കാൻ നീ ഊർജം ചെലവഴിക്കുകയില്ല. നിന്റെ ബാഗ് നിറച്ചു വെക്കാൻ, നിന്റെ അലമാര നിറച്ചു വെക്കാൻ, ഈ ഭൂമിയിൽ പൊങ്ങച്ചം കാണിച്ച് നടക്കാൻ നീ സമയം ചെലവഴിക്കുകയില്ല. കാരണം നമ്മളിവിടെ തീർത്ഥാടകരാണ്. ഇവിടെ പൊങ്ങച്ചം ആരെയും കാണിച്ചിട്ട് കാര്യമില്ല. ഒരു സഹോദരി വേറൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് പഴയ സാരിയെ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പോ അച്ഛൻ ചോദിച്ചു, ഇത് പഴയതാണല്ലോ. അപ്പൊ അവര് പറഞ്ഞു, പുതിയതെടുത്തിട്ട് ഇവിടെ ഇപ്പൊ നമ്മൾ ആരറിയാനാണ്. പോയിന്റ് കിട്ടിയില്ലേ? നമ്മൾ പുതിയതും നല്ല തിളങ്ങുന്നതും ഒക്കെ ഉടുത്തു പോകുന്നത് നമ്മളെ അറിയാവുന്നവരുടെ ഇടയില് ഇതൊക്കെ ഉടുത്ത് നടന്നിട്ട് വല്ല കാര്യമുണ്ട്. നമ്മളിത് അവിടെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ഇവിടെ ട്രൗസർ ഇട്ട് നടന്നാലും ഒരു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മടങ്ങി വന്നേ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ പൊങ്ങച്ചം കാണിക്കാൻ, പൊങ്ങച്ചം ആർഭാടം കാണിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ സ്ഥിരതാമസക്കാരാണ് എന്ന ചിന്തയിലാണ്. കിട്ടിയ? ഈ മനോഭാവത്തിന് മാറ്റം വന്നിട്ട് ഇവിടെ നമ്മൾ താൽക്കാലിക വാസക്കാര് മാത്രമാണ്. സ്വർഗത്തിൽ നിന്ന് വന്നവരും ഈ ഭൂമിയെ സന്ദർശിച്ച് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നവരുമാണ് എന്ന ചിന്തയോടുകൂടെ വേണം ഇവിടെ വ്യാപരിക്കാൻ എന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു. കൈറമിടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഇവിടെ സ്ഥിരതാമസക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് ചില ആളുകൾ വീടിന്റെ തൊട്ടുപിറകിൽ താമസിക്കുന്നവർക്ക് വഴി വിട്ടുകൊടുക്കാത്തത്. ഈ വഴി വിട്ടുകൊടുത്താൽ പിന്നെ അവര് ഇവിടെ കേറി ഇറങ്ങി നിരങ്ങുന്നു. ഈ വഴി ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, ഈ വഴി വിട്ടുകൊടുത്താൽ ഞങ്ങൾക്കുള്ള സ്ഥലത്തിൽ നിന്ന് കുറഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നടവഴി തരാം, മര്യാദക്കല്ലെങ്കിൽ അതും അടച്ചു കളയും എന്ന് പറയുന്ന രീതിയിൽ വഴിയടച്ച് കളയുന്നത്. ഒരു കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, അപ്പുറത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു കുടിവെള്ളം കോരിക്കോ എന്ന് പറഞ്ഞു. ഇത്തിരി കോരി. വെള്ളം കൊടുക്കാതിരിക്കുന്നതും വഴി കൊടുക്കാതിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള മനോഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന നമുക്ക് ഒരു മാനസാന്തരം ഉണ്ടാകണം. എന്തെന്ന്? ഈ ഭൂമിയിൽ നമ്മൾ തീർത്ഥാടകരാണെന്ന്. ഒന്ന്. രണ്ടാമത്തെ മാനസാന്തരം, പ്രിയപ്പെട്ടവരെ, പിതാവ് പറഞ്ഞത് നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ എമ്പളത്തിൽ ഒരാളെ കെട്ടിപ്പിടിച്ച് അടുത്ത ആളെ കെട്ടിപ്പിടിച്ച് പുറകിലുള്ള, അങ്ങനെ 4 പേരും കൂടെ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഇതൊരു മാനസാന്തരത്തിന്റെ പ്രതീകമാണ്. എന്താണെന്നറിയാവോ ആ മാനസാന്തരം? നമ്മള് സാധാരണ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള തീർത്ഥാടനമല്ല ഇത്. ഞങ്ങളുടെ ആൾക്കാർ, ഞങ്ങളുടെ വീട്ടുകാർ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവര് മാത്രം ആയിട്ടുള്ള തീർത്ഥാടനമല്ല. അവര് ശരിയല്ല, അവരെ മാറ്റി നിർത്തിയിട്ട് ഇവരെ മാറ്റി നിർത്തിയിട്ട് അവരെ വെറുത്തുകൊണ്ട് ഇവരെ വെറുത്തുകൊണ്ട് ഞങ്ങൾ മാത്രമായിട്ട് സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനമല്ല
ഈ തീർത്ഥാടനം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള തീർത്ഥാടനമാണ്. മനുഷ്യനെ വേർതിരിക്കുന്ന മനോഭാവത്തിൽ നിന്ന് മാനസാന്തരം വന്നിട്ട് മനുഷ്യനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ചൊരു തീർത്ഥാടനം ചെയ്യുന്നവരായി മാറുന്ന ഒരു മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. മൂന്നാമതായ ഒരു മാനസാന്തരം എന്ന് പറയുന്നത് പാപ്പ പറയുകയാണ്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് മാനസാന്തരം ഉണ്ടാകണം. പലരും യാത്ര ചെയ്യുന്നത് നമ്മളൊന്നും ശരിയാവില്ലടോ, നമ്മളൊന്നും നന്നാവില്ല. ചില ആളുകൾ പറയാറുണ്ട്, തങ്ങളോട് തന്നെ പറയാറുണ്ട്, എന്താണ്, ഞാനൊക്കെ മുടിഞ്ഞു പോകും. അവരോട് തന്നെ പറയാണ്. ഇത് നിരാശയിൽ നിന്ന് വരുന്ന. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഈ 2 ദിവസം മുമ്പ്, അച്ഛൻ ചൊവ്വാഴ്ചയാണ് അവളെ കണ്ടത്, അച്ഛന് ആകെ ടയർഡായി വല്ലാതിരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഈ സഹോദരി വന്നിട്ട് പറഞ്ഞു, ഞാൻ അച്ഛനെ കണ്ടിട്ട് ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ചു വന്നാണ്. അപ്പൊ വേറെ എന്തോ കേട്ടത്, അച്ഛനെ കണ്ടിട്ട് വിദേശത്ത് പോകാനാ. അപ്പൊ അച്ഛൻ പറഞ്ഞു, വിസാ തടസ്സം മാറട്ടെ. തടസ്സം മാറട്ടെ, അച്ഛനെ കണ്ടിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള. ഹല്ലേലൂയ. അപ്പൊ അവര് വീണ്ടും പറഞ്ഞു, അച്ഛൻ ഞാൻ പറഞ്ഞു കേട്ടോ അച്ഛൻ, തടസ്സം മാറട്ടെ. പ്രിയപ്പെട്ടവരെ, നിരാശയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് ഒരു മാനസാന്തരം ഉണ്ടാകണം. നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗപീഠ എത്ര വർഷത്തെ രോഗപീഠയാണെങ്കിലും, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതം എത്ര കൊല്ലത്തെ ദുരിതമാണെങ്കിലും, സഹോദരി പറഞ്ഞു, അച്ഛാ 40 കൊല്ലമായി ഞാൻ ദുരിതത്തിലാണ്, ഞാൻ ഇനിയും എന്തിനാണ് ഈ 40 കൊല്ലം പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്തത്, ഇനി എനിക്ക് കിട്ടുമെന്ന് ഞാൻ എന്തിനു പ്രതീക്ഷിക്കണം? 40 കൊല്ലമായിട്ട് ഭർത്താവിന് മാറ്റം വന്നിട്ടില്ല. ഇനിയും ഈ മനുഷ്യൻ എന്തെങ്കിലും, മക്കളെ കെട്ടിച്ചു, അവർക്ക് മക്കളായി, എന്നിട്ടും ഈ മനുഷ്യൻ ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിനക്ക് നിരാശയിൽ, അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകര. നിന്റെ ഈ കുരിശ് മരണം എപ്പോൾ പൂർത്തിയാകും? നിന്നെ ഈ കുരിശ് വഹിച്ചു കൊണ്ടുപോകുന്ന, ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന സമയം, പ്രിയപ്പെട്ടവരെ, 12 മണി മുതൽ 3 മണി വരെ ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്ന സമയമാണ്. നമ്മൾ ഈ വചന ശുശ്രൂഷ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്ന സമയത്താണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ കുരിശിൽ തൂങ്ങിക്കിടന്നതുപോലെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാഹചര്യത്തിലും മനസ്സ് കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ ആയിരിക്കുന്ന സഹോദരങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അച്ഛനറിയാം. ഈശോ 3 മണിക്കൂറാണ് കുരിശിൽ തൂങ്ങിക്കിടന്നതെങ്കിൽ, ഇതാ 30 കൊല്ലമായി കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരമ്മ. കുഞ്ഞെ, നിനക്ക് ഒരു മാനസാന്തരം കർത്താവ് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പ്രത്യാശയുടെ മാനസാന്തരമാണ്. നിന്റെ നിരാശയിൽ നിന്ന് നീ തകർന്നു പോകും. നിന്റെ തകർന്നുപോയ കൂടാരം ഇനി ആരും പുതുക്കി പണിയുകയില്ല. നിന്റെ തകർന്നുപോയ ജീവിതം ഇനി ആരും പരിഗണിക്കുകയില്ല എന്ന നിന്റെ ഹൃദയത്തിന്റെ ഒരു നിരാശയുണ്ട്, നിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാരമുണ്ട്, ഒരു തേങ്ങലുണ്ട്, ഒരു ഉള്ളിൽ നിന്നുയരുന്ന ഒരു ഗദ്ഗതമുണ്ട്, ഒരു നൊമ്പരമുണ്ട്. ആ നൊമ്പരത്തോട് കർത്താവ് പറയാണ്, നിന്റെ നിരാശയിൽ നിന്ന് നീ പ്രത്യാശയിലേക്ക് മാനസാന്തരപ്പെടുക. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. നിന്റെ പ്രക്ഷുബ്ധമായ ജീവിത സാഗരത്തിൽ
ജീവിതസാഗരം ഇങ്ങനെ കാറ്റുണ്ട്, കടലുണ്ട്, തിരയുണ്ട്, തിരയടിച്ചുയരുന്നുണ്ട്. നിങ്ങൾ ജൂബിലി എംബ്ലം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാകും, ഈ 4 പേര് കടന്നു പോകുന്നതിന്റെ താഴെ നീലവരകള്, ഉയർന്നും താഴ്ന്നുമുള്ള നീലവരകള് സൂചിപ്പിക്കുന്നത് പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യത്തെയാണ്. അതിൽ നീ വീണു പോകാതിരിക്കാൻ, നീ മുങ്ങിപ്പോകാതിരിക്കാൻ, നിന്റെ നൗകാടിയുലയാതിരിക്കാൻ കുരിശെന്ന് പറയുന്നൊരു നങ്കൂരം, ഈ കുരിശിന്റെ താഴെ ഒരു നങ്കൂരത്തിന്റെ അടയാളമുണ്ട്. ഈ നങ്കൂരമുള്ളത് കൊണ്ട് നിന്റെ ജീവിത നൗകാടി ഉലയുകയില്ല, അത് ഉറച്ചു തന്നെ നിൽക്കും. നിന്നെ ഒരാളും തകർത്ത് കളയുകയില്ല. ഒരു കാറ്റും നിന്റെ ജീവിത നൗകയെ തകർക്കില്ല. ഒരു കടലും നിന്റെ ജീവിത നൗകയെ മുക്കിക്കളയില്ല. നീ തീരത്ത്, നീ അനന്തതയുടെ, നീ നിത്യതയുടെ, നീ ജീവന്റെ തീരത്ത് എത്തിയിരിക്കും. നിന്നെ കർത്താവ് എത്തിച്ചിരിക്കും. ഇത് തീർച്ചയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നീ ഇന്ന് ഇപ്പോൾ 12 വർഷമായിട്ട് തളർന്ന് കിടക്കയിൽ തളർന്നനങ്ങാൻ പറ്റാതെ കിടക്കാണ്. 18 വർഷമായിട്ട് ഒരു വീൽ ചെയറിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല. 18 വർഷമായി. അച്ഛനൊരു സിസ്റ്ററെ കണ്ടു, 20 വർഷമായിട്ട് വീൽ ചെയറിലാണ്, അരക്കെട്ടിന് താഴെ തളർന്നിരിക്കുകയാണ്. 20 വർഷമായി. 20 വർഷമായി തളർന്നിരിക്കുന്ന നിനക്കും ജീവന്റെ സമൃദ്ധി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യാശയിലേക്കുള്ള മാനസാന്തരം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഒരു അപ്പനും അമ്മയും ഒരു 48 വയസ്സുള്ള മകളെയും കൊണ്ടുവന്നു, എടുത്തുകൊണ്ടുവരികയാണ് 48 വയസ്സുള്ള മകളെ. അപ്പൊ അച്ഛൻ ചോദിച്ചു, ഇങ്ങനെയായിട്ട് എത്ര നാളായി? അവര് പറഞ്ഞു, അതായത് ബുദ്ധിക്ക് വളർച്ചയില്ല, ശരീരത്തിന്റെ കാലിന് ബലമില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല, ഊഞ്ഞിങ്ങനെ അടിക്കുന്നൊരവസ്ഥയാണ്. ഒരു മനുഷ്യ ജീവി, ഒരു രൂപമൊന്നുമില്ലാത്ത തരത്തിലുള്ളൊരു സാഹചര്യം. ഇങ്ങനെയായിട്ട് എത്ര കൊല്ലമായി? അവര് പറഞ്ഞു, ജനിച്ചപ്പോൾ മുതൽ ഇങ്ങനെയാണ്. 48 വർഷമായി ഈ മകളെയും കൊണ്ട് ചുമന്നുകൊണ്ട് തന്നെയാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടാനാണെങ്കിൽ കാരണങ്ങളുണ്ടല്ലോ. ഈ നിരാശയില്ലാതെ പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജീവിതയാത്ര നടത്തണമെങ്കിൽ നിനക്ക് ഒരു മാനസാന്തരം ആവശ്യമുണ്ട്. ഈ മാനസാന്തരം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ മനസ്സുറപ്പിക്കാതെ നിന്റെ മനസ്സിനെ റീഫോക്കസ് ചെയ്യുക എന്നതാണ് മാനസാന്തരം. നിന്റെ മനസ്സിപ്പോൾ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ജോലിയിലാണ്, പണത്തിലാണ്, ബാങ്ക് ബാലൻസിലാണ്. ജോലിയില്ല. ശരി, ജോലിയില്ല, കല്യാണം നടന്നിട്ടില്ല, വസ്തുയിടപാട് നടന്നിട്ടില്ല, വീട് വിൽപ്പന നടന്നിട്ടില്ല, രോഗം മാറിയിട്ടില്ല. നിന്റെ ഫോക്കസ് മുഴുവൻ ഈ ഭൂമിയിലാണ്. ഈ ഫോക്കസ് മാറ്റിയിട്ട് കുരിശിൽ കിടക്കുന്ന കർത്താവിലേക്കും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലേക്കും നിന്റെ ഫോക്കസ് മാറ്റുന്നതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഒരുപക്ഷെ നിന്റെ ഫോക്കസ് ഈ ഭൂമിയിലുള്ള സുഖങ്ങളിലാണ്, നിന്റെ ശരീരത്തിന്റെ സുഖങ്ങളിലാണ്, നിന്റെ സുഹൃത്തുക്കളുമായിട്ട് ചുറ്റി നടക്കുന്നതിലാണ്, ഈ ലോകത്തിലെ വസ്തുക്കളിലാണ്, ഈ ലോകത്തിൽ നിനക്ക് കിട്ടുന്ന അംഗീകാരത്തിലാണ്, നിന്നിൽ തന്നെയാണ് നിന്റെ ഫോക്കസ്. എന്നെ ആരും ബഹുമാനിച്ചില്ല, എന്നെ ആരും സ്നേഹിച്ചില്ല, എന്നെ ആരും പരിഗണിച്ചില്ല, എന്നോടവര് മര്യാദക്ക് വർത്താനം പറഞ്ഞില്ല. എന്താണ്? എന്നോട് അവര് വേറെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല, എന്നോടത് പറയാവൂ? അല്ലേ? എന്നോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഫോക്കസ് നിന്നിൽ തന്നെയാണ്. ഹല്ലേലൂയ. ചില ആളുകൾ പറയാണ്, ഇതെല്ലാം എന്റെ പ്രായത്തിലുള്ളവരില് എന്നെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ആരുമില്ല, ഞാൻ നന്നായതുപോലെ ആരും നന്നായിട്ടില്ല.
എന്നിൽ തന്നെ നീ ഫോക്കസ് ചെയ്യാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ട് അവള് കേട്ടില്ല. ആര്? ഫോക്കസ് എവിടെയാണ്? ഹല്ലേലൂയ. ഈ ഫോക്കസ് മാറ്റിയിട്ട് നമ്മളിൽ തന്നെയുള്ള ആ മനസ്സുറപ്പിച്ചിരിക്കുന്നത് മാറ്റിയിട്ട് കർത്താവിലേക്ക് നീ മനസ്സുറപ്പിക്കാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, നീ മാനസാന്തരപ്പെട്, നീ അനുധപിക്ക്. നമ്മളിലെ പരമാവധി കുറ്റങ്ങൾ കാണുന്നത് എവിടെയാണ്? എവിടെയാണ്? മറ്റുള്ളവരിലല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ, ഇവിടെ ഇരിക്കുന്നവരിലെ എല്ലാവരെക്കാളും കൂടുതൽ പാപം ചെയ്തിട്ടുള്ളത് ഞാനാണെന്ന്? പറയൂ, നമ്മൾ പറയൂ. നമ്മുടെ വീട്ടില് ഉള്ളവരില് ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്യുന്നത് ഞാനാണെന്ന്. തെറ്റുകളൊക്കെ എപ്പോഴും ആരുടെ ക്രെഡിറ്റ് ആണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:19. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:19 വായിക്കാം. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ഇപ്പോ നീ നിന്നിലേക്ക് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത്. ദൈവത്തിലേക്ക് തിരിയുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ. ജെറമിയ 15:19 പറഞ്ഞേ. ജെറമിയ 15:19 വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം, കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനർസ്ഥാപിക്കാം. നീ തിരിച്ചു വന്നാൽ എന്റെ സന്നിധിയിൽ നിന്നെ പുനർസ്ഥാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങൾ 28:13 പറഞ്ഞേ. സുഭാഷിതങ്ങൾ 28:13 വലതുകരം ഉയർത്തി വീശിക്കൊണ്ടേറ്റ് പറയാം, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ തപസ് കാലം പാപങ്ങളേറ്റു പറയാനും അത് പരിത്യജിക്കാനുമുള്ള കാലമാണ്. നമുക്ക് വന്നിട്ടുള്ള നിരവധിയായ വീഴ്ചകളെ ഓർത്ത് അത് ഏറ്റുപറയുക, പരിത്യജിക്കുക, കുമ്പസാരിക്കാനുള്ള കാലമാണ് തപസ് കാലം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ എനിക്കൊരു തെറ്റുമില്ല, എനിക്കൊരു കുറവുമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത് നാശത്തിലേക്കുള്ള വഴിയാണ്. 1 യോഹന്നാൻ 1:9 1 യോഹന്നാൻ 1:9 വചനം എഴുതി വെക്കാം. വചനം എഴുതി വെച്ച് 1 യോഹന്നാൻ 1:9 വചനം എഴുതി വെച്ച് ഏറ്റു പറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട്, നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ നീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, പാപബോധമില്ലാതെയാകുന്നത് കൊണ്ടാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് തങ്ങളുടെ കൂടെ പഠിക്കുന്ന കുഞ്ഞിനെ ഇടിച്ചു കൊല്ലാൻ പറ്റുന്നത്. നമ്മുടെ അപ്പുറത്തെ ജില്ലയിലല്ലേ
അപ്പുറത്തെ ജില്ലയിൽ കേട്ടത് നാളെ ഇപ്പുറത്തെ ജില്ലയിൽ കേൾക്കാൻ അധികം സമയമൊന്നും വേണ്ട. അധികം ദൂരവുമില്ല, അധികം സമയവുമില്ല. അപ്പോൾ പാപങ്ങളേറ്റ് ഈ കൂട്ടുകാരൻ മരിച്ചിട്ട് അവനോട് ചോദിക്കാണ്, നീ എന്താണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോ ഒരനുതാപവും ഇല്ല, തെറ്റുപറ്റിയെന്നില്ല, ഞങ്ങളത് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന മനോഭാവത്തോടുകൂടെ മുന്നോട്ടു പോകുന്ന മക്കള്. ആരുടെ ഉദരത്തിൽ പിറന്ന കുഞ്ഞാണ്? ആരുടെ സഹോദരനായി പിറന്ന കുഞ്ഞാണ്? ആരുടെ മകനായി പിറന്നതാണ്? പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഈ സമൂഹത്തിൽ കുഞ്ഞുമക്കൾ സമാധാനത്തിലും സ്നേഹത്തിലും വളരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? കുഞ്ഞുങ്ങളോട് നമ്മൾ പറയാണ്, മക്കളെ തല്ലുപിടിക്കരുതിട്ടാ എന്ന് ഇപ്പുറത്തിരിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞിട്ട് അപ്പുറത്ത് അപ്പനും അമ്മയും വാക്കേറ്റമാണ്. അപ്പനും അമ്മയും തല്ലുപിടിക്കാത്ത ഒരു ദിവസമില്ലാത്ത ഒരു കുടുംബത്തിൽ കുഞ്ഞ് വളരുന്നുണ്ട്. ആ കുഞ്ഞിനോട് അപ്പം പറയാണ്, അമ്മ പറയാണ്, സ്കൂളിൽ പോകുമ്പോ തല്ലുപിടിക്കരുതിട്ടാ. ഈശോ പറഞ്ഞു, അന്ധനെ നയിക്കാൻ പറ്റുമോ? അയൽവക്കത്തുള്ള ചേച്ചിയായിട്ട് ഇപ്പുറത്തുള്ള അമ്മ സ്ഥിരം തല്ല് പിടിച്ചോണ്ടിരിക്കുകയാണ്. കൊച്ചിത് കണ്ടാണ് വളരുന്നത്. എന്നിട്ട് ആ കൊച്ചിനോട് പറയാണ്, സ്കൂളിൽ പോകുമ്പോ തല്ല് പിടിക്കരുത്. താണച്ചൻ ചോദിച്ചത്, ഈ കുഞ്ഞുങ്ങളെ പെറ്റ് വളർത്തിയതാരാണ്? അവര് കലഹിക്കുന്നവരായി മാറ്റിയതാരാണ്? വെച്ചുകൊടുത്തിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള വയലൻസുമുള്ള വീഡിയോ ഗെയിംസും അതുപോലെ തന്നെ വീഡിയോകളും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടിയിട്ട് അമ്മമാരെ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈല് കൊച്ചെടുത്തുകൊണ്ട് പോയപ്പോ കളിച്ചോട്ടെ കൊച്ചു 15 മിനിറ്റ് എന്ന് പറഞ്ഞില്ലേ? എന്താണ് അവൻ കളിച്ചത്? വെടിവെച്ച് കളിച്ചു. ആരെ? വീഡിയോയിൽ വന്ന ഒരാളെ വെടിവെച്ചു. ഒരാൾ 10 പേരെ വെടിവെച്ചു, ഇവന് 10 പോയിന്റ് കിട്ടി. 20 പേരെ വെടിവെച്ച് 20 പോയിന്റ് കിട്ടി. അങ്ങനെ പോയിന്റ് കൂടുമ്പോ കാശ് കിട്ടുമെന്ന് പോലും പറയുന്നവരുണ്ട്. അങ്ങനെ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്നവരുണ്ട് ഓൺലൈനിൽ. യെസ്, അവന്റെ മനസ്സ് അക്രമാസക്തമായ, എനിക്ക് പോയിന്റ് കിട്ടാൻ അപരനെ കൊല്ലാനും മടിയില്ലാത്ത മനസ്സാക്കി മാറ്റിയത് നിങ്ങളുടെ വീടിന്റെ ഒരു കോണിലിരുന്ന് നിങ്ങൾ പണം കൊടുത്ത് മേടിച്ച് കൊച്ചിന് സമ്മാനമായി കൊടുത്ത മൊബൈലിൽ അവൻ ഫ്രീ ഫയർ കളിച്ചപ്പോ അവന്റെ മനസ്സ് അക്രമാസക്തമായ മനസ്സായി മാറിയത് നിങ്ങൾ അറിഞ്ഞോ? അതുകൊണ്ടാണ് ഒരു അപ്പനും അമ്മയും പറഞ്ഞത്, വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ഈ മകൻ എപ്പോ വന്ന് ഞങ്ങളെ കൊല്ലൂന്ന് അറിഞ്ഞൂടാന്ന്. സ്വന്തം വീട്ടില് ബെഡ്റൂമിൽ കിടന്നുറങ്ങുമ്പോ, വീട് രാത്രി ബെഡ്റൂം അടക്കുമ്പോ അപ്പൻ 2-3 പ്രാവശ്യം ചെക്ക് ചെയ്യാണ് ശരിക്കും അടച്ചിട്ടുണ്ടാന്ന്. കാരണം മകൻ പുറത്തു നിന്ന് കേറി അപ്പനും അമ്മയുടെയും കഴുത്തിലെപ്പോ കത്തിവെക്കൂന്ന് അറിഞ്ഞൂടാന്ന്. തിരിച്ചു വരാം. പറഞ്ഞു വരുന്നത്, ഈ പാപബോധവും അനുതാപവും ആരംഭിക്കേണ്ടത് നമ്മളിൽ നിന്നാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അപ്പനും അമ്മയും കലഹിക്കുമ്പോ, അല്ലെങ്കിൽ അയൽവക്കത്ത് ഉള്ളവര് തമ്മിൽ കലഹിക്കുമ്പോ, ഈ കലഹം കണ്ട് വളരുന്നൊരു തലമുറയുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. തല്ലുപിടിക്കാണ്, സഹോദരനും സഹോദരിയും തമ്മിലാണ് തല്ലുപിടിക്കുന്നത്. അവരുടെ മക്കള് കണ്ടു നിൽക്കാണ്. എന്തിനെ കുറിച്ചാ തല്ലുപിടിക്കുന്നത്? പ്രായമായിട്ടുള്ള കാരണന്മാരെ നോക്കുന്നതിനെ കുറിച്ച് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വത്ത് വിഭജനത്തെ കുറിച്ച് തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മിണ്ടാതെ നടക്കുന്നത് മക്കള് കണ്ടുകൊണ്ട് നടക്കുകയാണ്. സഹോദരൻ സഹോദരിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നതിന് അപ്പൻ എന്തിനെന്ന് കോടതി പോയത്? അമ്മ എന്തിനെന്ന് വക്കീലിനെ കാണാൻ പോയത്? സഹോദരിക്കെതിരെ കേസ് കൊടുക്കാൻ പോയാ, അപ്പനെതിരെ കേസ് കൊടുക്കാൻ പോയാ.
പ്രിയപ്പെട്ടവരെ, 32-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുതാപം എന്ന് പറഞ്ഞാൽ ഒരു അക്നോളേജ്മെന്റ് ആണ്, ഒരു ഏറ്റുപറയലാണ്. എന്താണ്? ഞാൻ തെറ്റ് ചെയ്ത് എന്റെ ദൈവത്തെ നിന്ദിച്ചു. എന്താണ് അനുതാപം? ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ട് എന്റെ ദൈവത്തെ ഒഫൻഡ് ചെയ്തു. ഇറ്റ് ഈസ് ആൻ അക്നോളജ്മെന്റ് ദാറ്റ് സിൻ ഈസ് ഒഫൻസീവ് ടു ഗോഡ്. എന്റെ പാപങ്ങള് ദൈവത്തെ മുറിവേൽപ്പിക്കുന്നതാണ്. ക്രൂശിതനായ ഈശോയെ കണ്ണിൽ കണ്ടുകൊണ്ട് കുരിശ് വഹിച്ചു കൊണ്ടുപോകുന്ന ഈശോയോട് നമ്മൾ പറയാറില്ലേ, എന്റെ പാപങ്ങളാണല്ലോ നിന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയത്, എന്റെ പാപങ്ങളാണല്ലോ നിന്നെ നഗ്നനാക്കിയത്, എന്റെ പാപങ്ങൾ മൂലമാണല്ലോ നീ പിടഞ്ഞു വീണത്, എന്റെ പാപങ്ങളാണല്ലോ നിന്റെ കരങ്ങളിൽ ആണിപ്പഴുതുകൾ ഉണ്ടാക്കിയത്, എന്റെ പാപങ്ങൾ മൂലമാണല്ലോ നിന്റെ പാർശ്വം പിളർക്കപ്പെടേണ്ടി വന്നത്, എന്റെ പാപങ്ങൾ മൂലമാണല്ലോ നീ ചമ്മട്ടിയടിയേറ്റത്, എന്റെ പാപങ്ങൾ മൂലമാണല്ലോ നിന്റെ ശിരസിൽ മുൾമുടി അണിയേണ്ടി വന്നത്, എന്റെ പാപങ്ങൾ മൂലമാണല്ലോ നീ നിന്ദിക്കപ്പെടേണ്ടി വന്നത് എന്ന ഒരു ഓണസ്റ്റ് അക്നോളേജ്മെന്റ് ആണ് റിപ്പന്റൻസ് എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് എന്റെ പാപങ്ങൾ എന്റെ ചിന്തകളിലും എന്റെ വാക്കുകളിലും എന്റെ നോട്ടത്തിലും എന്റെ സ്പർശനത്തിലുമുള്ള പാപങ്ങൾ ഇനി ഞാൻ ചെയ്യുകയില്ല, അതിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു എന്ന് ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ പറയണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ പാപത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയണമെന്ന ഈശോയുടെ ആഗ്രഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന യേശുനാമത്തിലുള്ള പ്രാർത്ഥനയാകുന്നത്. അച്ഛൻ ആവർത്തിക്കട്ടെ, പാപത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയണമെന്ന ഈശോയുടെ ആഗ്രഹം അത് നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ആഗ്രഹമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് യേശുനാമത്തിലുള്ള പ്രാർത്ഥനയായി മാറുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ പാപത്തെ വെറുത്തുപേക്ഷിക്കാതെ നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്താവില്ല? യേശുനാമത്തിലുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, പല പ്രാർത്ഥനകളും ഈശോയെ എന്ന് വിളിച്ച പ്രാർത്ഥനകളായിരുന്നു, പക്ഷെ ഉത്തരം കിട്ടാതെ പോയത് അതുകൊണ്ടാണ്. ഞങ്ങൾ 33 പ്രാവശ്യം ചൊല്ലി 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ചു, ഒന്നും നടന്നില്ല. എന്തുകൊണ്ടാണ്? ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 7:14 കൃത്യമായി ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദേവാലയത്തിന്റെ പ്രതിഷ്ഠ, ജെറൂസലേം ദേവാലയം നിർമ്മിച്ചതിന്റെ പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവം സോളമനോട് പറയുന്ന വാക്കുകളാണ് 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം പേറുന്ന എന്റെ ജനം, എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും എന്താണ് തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ. പ്രിയപ്പെട്ടവർ, ഒരു സെക്കൻഡ്, ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ്. നിങ്ങൾ അത് ചെയ്താൽ, ചേച്ചിക്ക് ഇത് കേൾക്കണ്ടേ? പോകണോ? വളരെ പ്രധാനപ്പെട്ട
അവിടെ ഇരിക്കും. പാപം ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ എഴുന്നേറ്റ് പോവുകയാണല്ലേ. ഹല്ലേലൂയ. അയ്യോ അതൊന്നും പറ്റില്ല, വേറെ വല്ലതും ഉണ്ടെങ്കിൽ. അവിടെ ഇത്തിരി ചൂടുള്ളൂ, ഇവിടത്തേക്കാളും ചൂടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? എന്റെ നാമം പേറുന്ന എന്റെ ജനം. ആരാ ഈശോയുടെ നാമം പേറുന്ന ജനം? ആരാണ്? നമ്മളാ. എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും. നമ്മളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവത്തെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടുത്തെ കഞ്ഞിയില് തേങ്ങ ഉണ്ടോന്ന് അന്വേഷിച്ചു വന്നതാണോ? അല്ല. നമ്മൾ എന്താ അന്വേഷിച്ചു വന്നത്? കർത്താവിനെ അന്വേഷിച്ചു വന്നതാണ്. തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും. എങ്ങനെ പ്രാർത്ഥിക്കണം? എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കരമുയർത്തുന്നത് കർത്താവിന് പ്രീതികരമാണ്. സ്വരമുയർത്തുന്നത് കർത്താവിന് പ്രീതികരമാണ്. കർത്താവിന്റെ തിരുസന്നിധിയിൽ നൃത്തം വയ്ക്കുന്നത് കർത്താവിന് പ്രീതികരമാണ്. എളിമപ്പെടുത്തിക്കൊണ്ട് ഈ ചൂടില്, ഇത്രയും ചൂടില്, അച്ഛൻ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ള ചൂടല്ല അച്ഛനറിയാം. പുറത്തിരിക്കുമ്പോ അച്ഛൻ കുർബാന കൊടുക്കാൻ പോകുമ്പോഴാണ് അവിടുത്തെ ചൂട് മനസ്സിലാവുന്നത്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് ചൂട് ഭയങ്കര ചൂടാണ്. അവിടെ ഒരു 5 മിനിറ്റ് കൂടുതൽ നിൽക്കാനായിട്ട് പറ്റുമെന്ന് തോന്നാത്ത രീതിയിലുള്ള ചൂടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 മിനിറ്റ് ഇരിക്കാൻ തോന്നാത്തിടത്താണ് നിങ്ങൾ 2, 3, 4 മണിക്കൂറുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് തന്നെ. അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ചൂട് കുറയാനുള്ള ഒരു സംഭവം. ഷീറ്റിന്റെ അടിയിൽ ഹീറ്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സാധനം അതിനുവേണ്ടി അച്ഛൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വേഗത്തിൽ, ഏറ്റവും വേഗത്തിൽ അത് വരികയും ഈ ചൂടുകാലത്തും നമുക്ക് വചനം കേൾക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെലവാക്കിയാലും അത് കുഴപ്പമില്ല. കാരണം വചനത്തിന് അതിലും കൂടുതൽ വിലയുണ്ട്. ഹീറ്റ് ഗാർഡ് ഇടാൻ അച്ഛൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 5 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ചെയ്യാം. കർത്താവിന്റെ ആലയത്തിന് വേണ്ടി, വചനം കേൾക്കാൻ വേണ്ടി, കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി അടിസ്ഥാന സൗകര്യം ഉണ്ടാകുന്നതിന് എന്ത് ചെലവ് വന്നാലും അത് കർത്താവ് ഒരു കുഴപ്പമില്ല. ഇതൊരാർഭാടത്തിനുള്ളതല്ല, അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയുള്ളത് നമുക്ക് ചെയ്യാം. നമ്മളത് ചെയ്യും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പൊ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇത്രയും ഈ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കാര്യം കൂടെ ഉണ്ട്. എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും, അടുത്തത് വായിച്ചേ, തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ. ഇങ്ങനെ എളിമപ്പെടുത്തിയത് മാത്രമല്ല, ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിച്ചു, വിദ്വേഷം ഉപേക്ഷിച്ചു, എളിമപ്പെടുത്തി, കരുണ കാണിക്കാതിരുന്നവര് കരുണ കാണിക്കാൻ തുടങ്ങി, സ്നേഹിക്കാതിരുന്നവര് സ്നേഹിക്കാൻ തുടങ്ങി, അനുരഞ്ജനപ്പെട്ടു. അങ്ങനെ തെറ്റായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് ഉപേക്ഷിച്ചു, തെറ്റായ ശീലങ്ങൾ ഉണ്ടായത് ഉപേക്ഷിച്ചു, മദ്യം ഉപേക്ഷിച്ചു, ലഹരി ഉപേക്ഷിച്ചു, പുകവലി ഉപേക്ഷിച്ചു, അങ്ങനെ പല തിന്മകളും ഉപേക്ഷിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ പിന്തിരിയുകയും ചെയ്താൽ, ഇനിയാണ് പ്രോമിസ്. എന്താണ്? വായിച്ചേ. ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നിന്റെ സ്വാർത്ഥതയിൽ നിന്ന് നീ പിന്തിരിഞ്ഞു, നിന്റെ അഹങ്കാരത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞു, നിന്റെ അസൂയയിൽ നിന്ന് നീ പിന്തിരിഞ്ഞു. അങ്ങനെ നിന്റെ ദുർമാർഗങ്ങള്, ഈ ലോകത്തിന്റെ മായാവലയങ്ങളിൽ ആഘോഷിച്ചർമാദിച്ചുള്ള നിന്റെ നടപ്പിൽ നിന്ന് നീ പിന്തിരിഞ്ഞു. നിന്റെ അനാവശ്യകരമായ ആവശ്യങ്ങളിൽ നിന്ന്, നിന്റെ പലതരത്തിലുള്ള ദുർമോഹങ്ങളിൽ നിന്ന്, നമ്മുടെ പല മോഹങ്ങളും ദുർമോഹങ്ങളാണ്, ഒക്കെ പിന്തിരിഞ്ഞ് നീ എന്നോട് പ്രാർത്ഥിച്ചു, ഞാൻ ഈ ആലയത്തിൽ നിന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്റെ പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അപ്പോൾ നിന്റെ ജോലിയുടെ തടസ്സം മാറും, നിന്റെ വിവാഹത്തിന്റെ തടസ്സം മാറും, നിന്റെ വിസയുടെ തടസ്സം മാറും, നിനക്ക് സൗഖ്യം ലഭിക്കുന്നതിനുള്ള തടസ്സം മാറും. കർത്താവ് നിന്നെ വളർത്തുകയും നിന്നെ ഉയർത്തുകയും ചെയ്യും. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുദപിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. കണ്ണുകളടക്കാം.